നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ടീം ഒരു ടൂർണമെന്റ് തോറ്റാൽ എന്ത് നടപടിയാണ് സർക്കാർ എടുക്കുക? സർക്കാരിന് എന്ത് നടപടി എടുക്കാനാണ് അധികാരമുണ്ടാവുക? ഇപ്പോഴിതാ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ എല്ലാ കളികളും ഗ്രൂപ്പ് സ്റ്റേജിൽ തോറ്റതിന് പിറേ-എമറിക് ഔബമയാങ്ങിന്റെ ടീം, ചെറിയ കളിക്കാരനല്ലല്ലോ, ഔബയുടെ ടീം ഔബയെ പുറത്താക്കിയിരിക്കുന്നു. ഇനി കളിപ്പിക്കേണ്ട ദേശീയ ടീമിൽ നിന്ന് തീരുമാനം എടുത്തിരിക്കുന്നു. മാത്രമല്ല ദേശീയ ടീമിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഗാബോൺ ഗവൺമെന്റ് ഈ തീരുമാനമെടുത്തിരിക്കുന്നു. റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗാബോൺ ഗവൺമെന്റ് സാക്ക് ഔബമയാങ് ആൻഡ് നാഷണൽ ടീം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിവരങ്ങൾ കൊടുക്കുന്നത്. ഗാബോണിന്റെ ഗവൺമെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നു ദേശീയ ടീമിനെ സസ്പെൻഡ് ചെയ്ത കാര്യം. അതോടൊപ്പം തന്നെ ടീമിന്റെ കോച്ചിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, സാക്ക് ചെയ്തിരിക്കുന്നു. പിറേ-എമറിക് ഔബമയാങ്ങിനെ സ്ക്വാഡിൽ നിന്ന് കിക്ക്ഡ് ഔട്ട്, അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്, അദ്ദേഹത്തെ ബാൻ ചെയ്തിരിക്കുന്നു. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന്റെ മത്സരങ്ങളിൽ പരാജയപ്പെട്ടതിനാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഗാബോൺ മിനിസ്റ്റർ ഓഫ് സ്പോർട്സ് ആണ് ടെലിവിഷനിലൂടെ ഈ കാര്യം ഇപ്പൊ അറിയിച്ചിരിക്കുന്നത്. ദേശീയ ടീമിന്റെ സസ്പെൻഷൻ, അതിന്റെ കാരണം മൊറോക്കോയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഫ്കോണില് അവരുടെ ഗ്രൂപ്പിൽ ഏറ്റവും അവസാനത്തിലാണ് ഗാബോൺ ഫിനിഷ് ചെയ്തത്. ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എങ്ങനെയാണ്: നമ്മുടെ ടീമിന്റെ നാണം കെട്ട പെർഫോമൻസ് ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസിൽ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു കോച്ചിങ് സ്റ്റാഫിനെ മുഴുവൻ പിരിച്ചുവിടാൻ. അതോടൊപ്പം ദേശീയ ടീമിനെ സസ്പെൻഡ് ചെയ്യുന്നു. അടുത്തൊരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ ദേശീയ ടീമിനെ സസ്പെൻഡ് ചെയ്യുന്നു. പിന്നെ ടീമിൽ നിന്ന് പ്ലെയേഴ്സ് ആയിട്ടുള്ള ബ്രൂണോ എക്യുലെ മാങ്ങയെയും അതുപോലെ തന്നെ പിറേ-എമറിക് ഔബമയാങ്ങിനെയും പുറത്താക്കിയിരിക്കുന്നു. അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ആക്ടിംഗ് സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ടുള്ള സിംബ്ലൈസ് ദിസിയ മംബൂല അറിയിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ കഴിഞ്ഞ മത്സരം 3-2 ഐവറി കോസ്റ്റിനോട് മാരക്കാഷിൽ വെച്ച് അവർ പരാജയപ്പെട്ടിരുന്നു. എല്ലാ മത്സരങ്ങളും പരാജയപ്പെട്ടു, അവർ പുറത്തായി. ഇപ്പോൾ ഗാബോണിന്റെ കോച്ച് അവരുടെ മുൻ ഡിഫൻഡർ ആയിട്ടുള്ള തിയറി മൗയോയുമയാണ്. അദ്ദേഹത്തെ ഓൾറെഡി പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മത്സരം തോറ്റോടുകൂടി തന്നെ അവർ ഗ്രൂപ്പ് എഫിൽ നിന്ന് പുറത്തായിരുന്നു. ആദ്യ മത്സരം കാമറൂണിനോടും പിന്നീട് മൊസാംബിക്കിനോടും പരാജയപ്പെട്ടു. അതാണ് അവർക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഔബ ഇപ്പൊ സ്ക്വാഡിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കളി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് ക്ലബിലേക്ക്, ഒളിമ്പിക് മാഴ്സയിലേക്ക് തൈ ഇഞ്ചുറി ഉള്ള കാരണം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കി. പിന്നെ അതുകൂടാതെ എക്യുലെ മാങ്കെ, അദ്ദേഹം നേരത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ കളിച്ചിട്ടുള്ള താരമാണ്, കാർഡിഫ് സിറ്റിക്കൊക്കെ കളിച്ചിട്ടുള്ള 37-കാരനായിട്ടുള്ള താരം. അദ്ദേഹത്തിനും ഇനി ദേശീയ ടീമിലേക്ക് അവസരം ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. ഇപ്പൊ ഇങ്ങനെ ദേശീയ ടീമിനെ കളി മോശമായതിന്റെ പേരിൽ പിരിച്ചുവിടലും സസ്പെൻഡ് ചെയ്യലും ഒക്കെ ആഫ്രിക്കയിൽ മുമ്പേ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഫിഫ ഈ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. ഗവൺമെന്റ് ഇതിലൊന്നും ഇടപെടാൻ പറ്റില്ല കളിയുടെ കാര്യത്തിൽ എന്ന് ഫിഫ തീരുമാനം നിലപാടെടുത്തത് കൊണ്ട് ഇത്തരം പരിപാടികൾ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് കാണാറില്ലാത്തതായിരുന്നു. എന്തായാലും ആ കലാപരിപാടി വീണ്ടും വന്നിരിക്കുകയാണ്. മത്സരങ്ങൾ തോറ്റതിന്റെ പേരിൽ താരങ്ങളെ വിലക്കുന്നു, അതോടൊപ്പം ദേശീയ ടീമിനെ സസ്പെൻഡ് ചെയ്യുന്നു. ഇനി എന്തൊക്കെ ഇതിൽ ഫിഫ നടപടി എടുക്കും, കാത്തിരുന്ന് കാണാം. വീഡിയോസ് ആയിരിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.